ഗായ്സ്, ഇന്ന് ബിഗ് ബോസ് ഡേ 1 ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു എപ്പിസോഡായിരുന്നു. അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 18 മത്സരാർത്ഥികളുണ്ടായിരുന്നു. ഒരു 12 പേരൊക്കെ അത്യാവശ്യം അധികം കാര്യങ്ങൾ ഇടപെടാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോർമലായിട്ട് സംസാരിച്ച് അതൊക്കെ നിന്ന് ഒരു 5-6 ആൾക്കാർ വളരെ കിടിലമായിട്ട് പെർഫോം ചെയ്ത്. കിടിലമായിട്ട് നല്ല കുറച്ച് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് എവിക്ഷൻ ഡേ ആയിരുന്നു. എവിക്ഷൻ മീൻസ് എവിക്ഷൻ വേണ്ടി നോമിനേഷൻ ചെയ്യാനുള്ള ദിവസമായിരുന്നു. അപ്പം കൂടുതൽ ആൾക്കാർക്കും എനിക്കും പേഴ്സണലി തോന്നിയത് ഈ അനീഷ് പുള്ളി കോമണറാണ്. മൈജിയുടെ സ്പോൺസർ ബൈ കിട്ടിയ കയറിയതൊരാണ് സംഭവം. പുള്ളി അത്യാവശ്യം ചൊറിയാണ്, പിന്നെ അലമ്പാണ്, സംസാരം അത് ഇത്, ആരെയും ബഹുമാനമില്ല, അങ്ങനെയൊക്കെയാണ് മിക്കതും ആ വീട്ടിൽ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി പുള്ളി അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് പുള്ളിയാണ് അത്യാവശ്യം ഈ ഷോ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളി അങ്ങനെയൊക്കെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതൊരു അണഞ്ഞൊരു സംഭവം പോലെ ആയിപ്പോനെ. ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആദ്യമേ കാര്യം വെച്ചാൽ ഈ എവിക്ഷനിൽ കൂടുതൽ ആൾക്കാരും നോമിനേറ്റ് ചെയ്തത് ഇദ്ദേഹത്തായിരുന്നു, നമ്മുടെ അനീഷിനെ ആയിരുന്നു. ആ പുള്ളി എന്തായാലും നോമിനേറ്റ് വന്നു കഴിഞ്ഞാൽ ആരും വോട്ടിട്ടാതെ പുറത്തു പോകുന്നു ബിഗ് ബോസിന് അറിയാതുണ്ട്. ബിഗ് ബോസ് മനഃപൂർവ്വം ആളെ പറഞ്ഞുവിടാതെ തിരിച്ച് ഫുൾ ഉൾട്ടയാക്കിയിട്ട് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആള്, നോമിനേറ്റ് ആയിട്ട് പുറത്തു പോകാൻ വേണ്ടി വോട്ട് കിട്ടിയ അയാളായിരിക്കണം ഇത്തവണത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് അടിപൊളിയായിരുന്നു. പുള്ളിക്ക് അതൊരു കിടിലം ഒരു സെറ്റപ്പ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുള്ളി ആയിക്കട്ടെ, ഇവരൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് കാണാൻ രസം കാണത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയാളെ പേരെന്തായിരുന്നു, ഷാനവാസ്. പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തു. പക്ഷേ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി ആ പെണ്ണുമ്പിള്ളയുടെ പേരെന്തായിരുന്നു, ജാക്ലിയ മറ്റേ തത്തമ്മ ചുണ്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലേ, പേര് മറന്നുപോയി, നോർത്തിൽ നിന്ന് വന്ന. അപ്പൊ അവരെ നോമിനേറ്റ് ചെയ്തായിരുന്നു ഷാനവാസ്. അതിന്റെ റീസൺ പറഞ്ഞത് അവരെ വസ്ത്രധാരണം അതുകൊണ്ട് കേരള സമൂഹത്തിന് പറ്റിയ രീതിക്കല്ല എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ വളരെ ഒരു ഓഞ്ഞൊരു ചിന്താഗതിയായിപ്പോയി. വസ്ത്രധാരം വെച്ചിട്ട് അങ്ങനെ ഒരു നോമിനേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരും ഒന്നും ഇടാൻ പാടില്ല. പട്ടുസാരി ഇട്ടുകൊണ്ട് ഇരിക്കേണ്ടി വന്നേനെ ഈ ഇതിനെക്കുറിച്ച് പറയുന്നതാണെന്നുണ്ടെങ്കിൽ. അതൊരു ശരിയായിട്ട് തോന്നിയില്ല. പക്ഷെ പുള്ളി പിന്നീട് ആക്റ്റീവായിരുന്നു. ഈ നമ്മുടെ അനീഷിനെയൊക്കെ പുള്ളിയൊക്കെ പിറകെ നടന്ന് ചൊറിഞ്ഞ് സെറ്റപ്പ് ആയിരുന്നു. അത് ഇനി വരും ദിവസങ്ങളിൽ പുള്ളിയൊക്കെ ഇങ്ങനെ കയറി വരും. അവർ ആക്റ്റീവ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് മൂന്നാമത് തോന്നിയിട്ടുള്ളത് നമ്മുടെ രേണു സുധി ആദ്യമൊക്കെ വന്നപ്പോഴേക്കും മറ്റേ എൻ്റെ സുധിച്ചേട്ടാന്നൊക്കെ പറഞ്ഞ് സുധിച്ചേട്ടൻ എൻ്റെ ഗൾഫിൽ ടൂർ പോയാലൊക്കെയാണ് പുള്ളിക്കാരി അവിടെ പോയി കണ്ട പോലെയൊക്കെ സംസാരിച്ചത്. ആ പാർട്സ് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ അവര് കൊള്ളാം. അവര് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാലും അവർ ഭയങ്കര ഇങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ കുറ്റം പറയാത്ത കാര്യമൊന്നും തോന്നിയിട്ടില്ല. നൈസായിട്ട് പോകുന്നുണ്ട്. ആക്റ്റീവായിരുന്നു. ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരാരും പറയുന്നില്ല. പിന്നെ നാലാമത് തോന്നിയത് നമ്മുടെ അപ്പാനി ശരത്തായിരുന്നു. അപ്പാനി ശരത്ത് പറയുന്ന പോയിന്റ്സും നല്ലതായിരുന്നു. പിന്നെ പുള്ളി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞായിരുന്നു, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഡയലോഗ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ പുള്ളി കിടിലൻ ഡയലോഗായിരുന്നു പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് പോയപ്പോൾ കൈ കാണിച്ചിട്ട് കൈ തന്നില്ല, നോക്കിയിട്ട് ചിരിച്ചില്ല, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞ പോയിന്റ്സ് നല്ല കറക്റ്റ് വാലിഡ് പോയിന്റ് ആയിരുന്നു. അത് മാത്രമല്ല, എപ്പിസോഡിന്റെ അവസാനമൊക്കെ ആയപ്പോൾ ഫുൾ അടിയൊക്കെ ആയി, വിഷയമായി, രേണു സുധിയായിട്ടവർക്ക് വിഷയമായി. അപ്പൊ ആ സമയത്തൊക്കെ അപ്പാനി ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ദേഷ്യപ്പെടുന്നത് അങ്ങ് പൊട്ടിത്തെറി അങ്ങനെയൊന്നുമല്ല, പുള്ളി പ്രൊവോക്ക് ചെയ്യുകയാണ്. ചുമ്മാ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഒന്ന് ചൊറിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. നമ്മൾ ചുമ്മാ തമാശയൊക്കെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെയാണ് പുള്ളി രേണു സുധി ഒന്ന് നൈസായിട്ടൊന്ന് പ്രൊവോക്ക് ചെയ്ത് എന്നിട്ട് അവരെയാണ് ദേഷ്യപ്പെടുന്നത്. ആ സംഭവമായിരുന്നു. അതാണ് വേണ്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് അഭിലാഷാന്ന് തോന്നുന്നു. അപ്പൊ അഭിലാഷ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അഭിലാഷ് അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഭയങ്കര കലിപ്പ് കാണിക്കുന്നു, ഓവറാക്കി ചളായി കളഞ്ഞ്. നമ്മളെ റോബിന്റെ ഒരു പ്രേതബാധ കയറിയ പോലെയൊക്കെ ആയിരുന്നു. വളരെ മോശമായി പോയത്. അവസാനമൊക്കെ ആയപ്പോൾ ഫുള്ള് എന്താ കാണിക്കുന്ന അറിയുമ്പോൾ ഭയങ്കര ഞാൻ ഒരു കലിപ്പനാണെന്ന് കാണിക്കാവുന്ന രീതിക്ക് എന്തുണ്ടൊക്കെ കടന്ന് കാണിക്കണ്ടായിരുന്നു. അതുവരെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അതേ സമയത്ത് ആ സീനിൽ തന്നെ ഇവർ രണ്ടുപേരുണ്ടായിരുന്നു. അഭിലാഷും നമ്മുടെ അപ്പാനി ശരത്തോടായിരുന്നു രേണു സുധിയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മുടെ അപ്പാനി ശരത്ത് വളരെ മെച്ചൂർഡായിട്ട്
അവരെ ചൊറിഞ്ഞാണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അത് പുള്ളി തമാശ രീതിയിൽ ചെയ്യും. മറ്റേ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാക്കി ദേഷ്യം കാണിച്ച് ഞാൻ എന്തോ വലുതാന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം ഒരു അറ്റൻഷൻ പിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് മടുത്ത സംഭവങ്ങളായിരുന്നു പണ്ടൊക്കെ. നമ്മുടെ രണ്ട് സീസൺ ബാക്കിലൊക്കെ കണ്ട് ഒരുപാട് ഇത് കളഞ്ഞുകൊണ്ട് അധികം തോന്നുന്നില്ല. പിന്നെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത്. ഇന്നത്തെ ദിവസമൊക്കെ അടിപൊളിയായിരുന്നു. ഇനി നാളെയും ലൈവ് കാണണം. പിന്നെ നാളത്തെ എപ്പിസോഡിന്റെ കുറച്ച് പ്രോമോ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം കൊള്ളായിരുന്നു. എന്തായാലും ഇനി ബാക്കി എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നോക്കാം. ബാക്കി ആൾക്കാരൊന്നും അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല, അവരൊക്കെ തുടക്കമില്ലേ ഉള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, നാളെ കാണാം.